ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ റസൂലുള്ളാഹിന്റെ കാഴ്ചയും കേൾവിയും അസാധാരണയാണെന്ന്? കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു. ഇപ്പം മൗലവിയും അത് സമ്മതിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ വെക്കൂ. കിട്ടുന്നത് തന്നെ റസൂലുള്ള ജിബ്രീലിനെ കാണുന്നത് കൊണ്ടല്ലേ, ജിബ്രീലിന്റെ ശബ്ദം റസൂലുള്ള കേട്ടിട്ടല്ലേ. ഖുർആനിന്റെ റസൂല് കേട്ടപ്പോ ഉള്ള മജിലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ? ഹദീജത്തുള്ള മജിലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ? ആയിഷയുള്ള മജിലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ? ഒരുപാട് സഹാബിമാരുടെ കൂടെ പള്ളിയിൽ ഇരിക്കുമ്പോഴും പല സ്ഥലത്തും യുദ്ധ സന്ദർഭങ്ങളിലുമൊക്കെ അവരാരും കേൾക്കാതെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേട്ടല്ലോ. ജിബ്രീലിനെ റസൂലുള്ളാഹ് മാത്രം കണ്ടല്ലോ. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുമ്പോൾ പോലും റസൂൽ ജിബ്രീലിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അതേ അവസരത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ശബ്ദം കേട്ടിട്ടുമില്ല. വഹി കിട്ടുന്നു എന്ന നിലക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ കേൾക്കാത്ത ശബ്ദം റസൂലുള്ള കേൾക്കുന്നു, മറ്റുള്ളവരെ കാണാത്ത കാഴ്ച റസൂലുള്ള കാണുന്നു, മറ്റുള്ളവരും അനുഭവിക്കാത്ത പലരും റസൂലുള്ള അനുഭവിക്കുന്നു. കണ്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതൊക്കെ മൗലവി പഠിച്ചു. ഇപ്പോൾ സാധാരണക്കാരനല്ല, കാഴ്ചയും കേൾവിയൊക്കെ വ്യത്യാസം സംഭവിച്ചു. എന്നെ കേൾക്കോ, മുഹമ്മദ് സല്ലല്ലാഹു ജീർണിക്കും എന്നവരെ ആത്മനാണ്. ശേഷം മൗലവി ജീർണിക്കൂലാൻ ഇവര് സമ്മതിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ പ്രസംഗം ഉണ്ടായ ഫല പറയുന്നത് കേട്ടോ. പൊളിച്ചേച്ച് വെക്ക്. അല്ലാഹുവിന്റെ സകല അമ്പിയാക്കന്മാരുടെയും അവരുടെ ആ മയ്യിത്തിന് പോലും അവരുടെ ഭൗതിക ശരീരത്തിന് പോലും പ്രത്യേകത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. إن الله عز وجل قد حرم على الأرض أن تأكل أجساد الأنبياء. അല്ലാഹുവിന്റെ റസൂലിൽ ശരീരത്തിലതിരിക്കുന്നു. അല്ലാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരത്തെ മണ്ണ് തിന്നുന്നതല്ല. കണ്ടോ? എന്നാ നിങ്ങൾ അൽമനാറിലുള്ളത് എന്താ? അൽമനാർ 985 സെപ്റ്റംബറിൽ വില 1.50. കേട്ടോളെ, ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? ഇങ്ങനെ റസൂലുള്ളാഹിക്കുള്ള മഹാന്മാരെ പറ്റി പറയാണ്. ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്കെങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? എന്നിട്ടൊരായത്തൊക്കെ കൊടുത്തിട്ട് അവസാനം പറയാണ്, നബി തിരുമേനിയുടെ റൗളാ ശരീഫിൽ വന്നു അവിടുത്തെ വിളിക്കുകയും സഹായമർപ്പിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ ഖബറുകളിൽ ജീർണിച്ച് നശിച്ച ആ ജീർണിച്ച ജഡങ്ങളായി മാറിയ പുണ്യാളന്മാരിൽപ്പെട്ട ആളാണ് റസൂലുള്ളാഹി എന്ന് നിങ്ങൾ അൽമനാറിൽ നിങ്ങൾ പച്ചയായി എഴുതി. ഇതാ ഞാൻ ഇടമുറ്റത്തുനിന്ന് കാണിച്ചത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏത്തേടാണ് മൗലവി. മൗലവി പറയുന്നു റസൂലുള്ളാഹിന്റെ ശരീരം ജീർണിക്കുകയില്ലെന്ന് ഹദീസിലുണ്ട്. അത് കഴിഞ്ഞ എന്റെ പ്രസംഗത്തിൽ ഞാൻ അതിന്റെ തെളിവുകൾ ഖുർആനി ഹദീസിൽ നിന്ന് വലിച്ചങ്ങ് പറഞ്ഞപ്പോ മൗലവി ഇപ്പോൾ സമ്മതിക്കുന്നതാണ്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ കേട്ടത് അതാണ്. പോസ്റ്ററിൽ മുജാഹിദീങ്ങൾ എഴുതിയത് പൗരോഹിത്യത്തിന്റെ പൊളിച്ചെഴുത്ത്. കാരണം മുമ്പ് പറഞ്ഞതൊക്കെ അവർ പൊളിച്ചെഴുതുകയാണ്. പേരോടിന്റെ മുമ്പിൽ അടിയറ പറയുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ മുമ്പിൽ അടിയറ പറയുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കട്ടെ. മൗലവി എന്നെ പറ്റി പറഞ്ഞു. ഞാൻ ആദ്യം കൽപ്പിച്ചു പേരോടിന് ലൂസാണ്. എന്നാ മൗലവി പ്രസംഗം ശരിക്കങ്ങി കേട്ടപ്പോ മൗലവി പറയുന്നു പേരോട് മുസ്ലിയാരങ്ങൾ താളൊന്നല്ല. പേരോട് മുസ്ലിയാരി ആരാ? മൗലവി പറയാണ് പാറ ചേറാക്കാനുള്ള വ്യാഖ്യാനം പറയാൻ കഴിവുള്ള മുസ്ലിയാരാണ് ഇദ്ദേഹം. ഇതാണ്, അതായത് പരിശുദ്ധ ഇസ്ലാമിനെ സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ ഞാൻ എറിയുന്ന പാറക്കഷ്ണങ്ങൾ ചേറായിട്ട് എന്റെ മുഖത്തേക്ക് തന്നെ വീഴുന്നു എന്ന് മൗലവിക്ക് ബോധ്യപ്പെട്ടു. അതാണ് കേൾപ്പിക്കാൻ പോകുന്നത്. വെക്കൂ മോനെ.